ഹലോ മൈ ഡിയർ ക്ലാസ് 8 ഫാമിലി. മക്കളെ, ഓണം എക്സാം ആവാനായിട്ടുണ്ട്. സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് അല്ലേ? അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറഞ്ഞ ചാപ്റ്റർ. ആ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഹരി സാർ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ടേം പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ടിട്ടുള്ള പോളിസികൾ. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് ഏകദേശം 200 വർഷത്തോളം നമ്മളെ ഭരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആ ഭരിച്ച കാലയളവിൽ അവർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് ഫൈനാൻഷ്യൽ പോളിസികൾ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സാമ്പത്തിക നയങ്ങളുണ്ട്. ആ നയങ്ങളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പ്രധാനപ്പെട്ട നയങ്ങളുണ്ട്. ആ നയങ്ങളെ നമ്മൾ ഇതാ പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം എന്ന് വിളിക്കും, മഹൽവാരി എന്ന് വിളിക്കും, റയറ്റ് വാരി എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ ഞാനൊരു ചെറിയൊരു കോഡ് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നിങ്ങൾ പെർമനന്റ് എന്ന് എഴുതി വെക്കുക. രണ്ടാമത്തായിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ടത് മഹൽവാരി എന്ന് എഴുതി വെക്കുക. അതിനുശേഷം ആർ അഥവാ റൈറ്റ് വാരി എന്ന് എഴുതി വെക്കുക. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും PMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നികുതി സമ്പ്രദായങ്ങളാണ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പോളിസികളാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിനെ നമ്മൾ ടാക്സ് പോളിസിയും കൂടെ വിളിക്കും കേട്ടോ. നികുതി സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ നികുതി വ്യവസ്ഥിതികൾ എന്നും കൂടെ നമ്മൾ വിളിക്കാറുണ്ട്. ബിക്കോസ് ഓഫ് എന്താ ബ്രിട്ടീഷുകാര് പൈസ നികുതിയാണ് ഈ പറഞ്ഞ ഓരോ സെറ്റിൽമെന്റിൽ നിന്നും ആളുകളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് ഓർത്ത് വെക്കാം എന്താണ് ഈ പറഞ്ഞ ഓരോ സെറ്റിൽമെന്റിലും കാര്യങ്ങളായിട്ട് പറയുന്നത്. ഒന്നാമത്തത് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റില് ബംഗാളിലും ബീഹാറിലും ഒറീസയിലുമാണ് അവർ എന്ത് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ച സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നാണ് നമ്മൾ മലയാളത്തിൽ വിളിക്കുക. 1793 എന്ത് സംഭവിക്കുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ആയിട്ടുള്ള ആദ്യത്തെ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് വരുന്നത്. ഇനി ഇത് ആരെ എക്സിക്യൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് കോൺവാലിസ് ആണ്. ആരാണ്? കോൺവാലിസ് പ്രഭുവാണ് ഈ പറഞ്ഞ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നിങ്ങൾ ഇവിടെ കാണുന്ന ഇതിന്റെ ഫീച്ചർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ജമീന്ദാർമാർ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവരുടെ കയ്യിലായിരുന്നു ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർ ഭൂമി ഏൽപ്പിച്ചിരുന്നത്. ആ ഭൂമിയിൽ കൃഷി ചെയ്ത് കിട്ടുന്ന എന്താണോ ആ വിളവ് ജമീന്ദാർമാർ ബ്രിട്ടീഷുകാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ അവിടെ വർക്ക് ചെയ്ത ആളുകളുടെ കയ്യിൽ നിന്നും ടാക്സ് പിരിക്കാനുള്ള അവകാശം ആർക്ക് തന്നെയായിരുന്നു? ജമീന്ദാർമാർക്ക് തന്നെയായിരുന്നു. അപ്പൊ ഒരു ഇടനിലക്കാർ എന്ന നിലയിലാണ് ജമീന്ദാർമാർ അഥവാ ജമീന്ദാർമാർ എന്ത് ചെയ്തിട്ടുള്ളത്, അന്നത്തെ കാലത്ത് നിന്നിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺവാലിസ് പ്രഭു ആയിരുന്നു ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ആയിട്ടുള്ള ആദ്യത്തെ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് കൊണ്ടുവരുന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടേം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതായത് ഇപ്പൊ ഡ്രൗട്ട് വന്നാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലഡ് വന്നാലോ കൃഷി മൊത്തത്തിൽ നശിച്ചു പോയി കഴിഞ്ഞാൽ പോലും കൃഷിക്കാർക്ക് ഒരു നിശ്ചിത എമൗണ്ട്, ഒരു സർട്ടൻ എമൗണ്ട് എന്ത് ചെയ്യണം, എപ്പോഴും ടാക്സ് ആയിട്ട് നികുതിയായിട്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ഭൂമിയിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഭൂമി കൈവശം വെക്കാനുള്ള അവകാശമോ ആർക്ക് കൊടുത്തിട്ടുണ്ടായില്ല, ഫാമേഴ്സിന് കൊടുത്തിട്ടുണ്ടായില്ല. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടതായിട്ട് വന്നു. അപ്പൊ ജമീന്ദാർമാരാണ് ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സെറ്റിൽമെന്റ് ആണ് റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക, റൈറ്റ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്, ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ഫാർമർ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ കൃഷിക്കാരൻ എന്നാണ് റൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഇടനിലക്കാരില്ല, ജമീന്ദാർ അല്ലെങ്കിൽ ജമീന്ദാർമാർ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗം ഇല്ല. ഇവിടെ ആരേ ഉള്ളൂ, നേരിട്ട് ഫാർമേഴ്സ് തന്നെയേ ഉള്ളൂ. കൃഷിക്കാർ തന്നെയാണ് നേരിട്ട് ബ്രിട്ടീഷുകാർക്ക് ഈ പറഞ്ഞ നികുതി ആയിക്കോട്ടെ, ടാക്സ് ഈ പറഞ്ഞ സാധനം കൊടുക്കുന്നത്. അപ്പൊ അവിടെ ജമീന്ദാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയേറ്റർ എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ പെസൻസ് വെയർ കൺസിഡേർഡ് ആസ് ലാൻഡ് ലോഡ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. കൃഷിക്കാർ എന്ത് ചെയ്യുന്നു, അവരാണ് അവിടുത്തെ ഭൂവുടമകളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ റൈറ്റ് വാരി സമ്പ്രദായത്തിന് കീഴിലാണ് 1820 ഇത് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് എവിടെയാ, മുകളിലല്ല താഴെ ഭാഗത്ത്, അതായത് ദക്ഷിണേന്ത്യയിലാണ്, സൗത്ത് ഇന്ത്യയിലാണ് ഇത് നമ്മൾ ഈ പറഞ്ഞ റൈറ്റ് വാരി എന്ന് പറഞ്ഞ സമ്പ്രദായം കാണുക. ഒപ്പം തന്നെ ഡെക്കാൻ മേഖലയിൽ നമ്മൾ ഇത് കാണും. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി എന്ന് പറയുന്ന 2 പേരാണ്, തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും എന്ന് പറഞ്ഞ 2 വ്യക്തികളാണ് ഇന്ത്യയിൽ റൈറ്റ് വാരി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് കളക്ടഡ് ടാക്സസ് ഡയറക്ട്ലി ഫ്രം ദി ഫാർമേഴ്സ്. അപ്പൊ ഡയറക്ട്ലി എന്നുള്ള ഒരു കീവേഡ് നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ, ഇടനിലക്കാരില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ദ ബ്രിട്ടീഷ് സീസ് ദ ലാൻഡ് ഓഫ് ഫാർമേഴ്സ് ഹു ഫെയിൽ ടു പേ ടാക്സസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് ടാക്സ് കൊടുക്കാത്ത ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്നും ഈ പറഞ്ഞ ഭൂമി തിരിച്ചെടുക്കാനുള്ള അവകാശം ആർക്കുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു പറഞ്ഞു നോക്കുന്നത്. അതാണ് റൈറ്റ് വാരി സിസ്റ്റം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അവസാനത്തെ ഒന്നാണ് മഹൽ വാരി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് ഫാർമർ ആണെങ്കിൽ മഹൽ എന്ന് പറഞ്ഞതിന്റെ മീനിങ് ആണ് ഗ്രാമം അല്ലെങ്കിൽ വില്ലേജ് എന്നാണ് നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് വിളിക്കുക.
അപ്പൊ ഒരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അവിടെ നമ്മൾ ഫാർമേഴ്സിനെ ബ്രിട്ടീഷുകാർ കൺസിഡർ ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ജമീന്ദാർമാരെ കൺസിഡർ ചെയ്യില്ല. മഹൽ വാരി സിസ്റ്റത്തിലൂടെ മഹൽ ഒരു ഗ്രാമത്തിന് മൊത്തത്തിൽ ഒരു ടാക്സ് പേയിങ് യൂണിറ്റ് ആയിട്ടാണ് ആര് കൺസിഡർ ചെയ്യുക? ബ്രിട്ടീഷുകാർ കൺസിഡർ ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ട് 1822 ഈ പറഞ്ഞ മഹൽ വാരി സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാവുന്നത്. എവിടെയാണ് നടപ്പിലാവുന്നത്? നോർത്ത് ഇന്ത്യയിലും സെൻട്രൽ ഇന്ത്യയിലും പഞ്ചാബിലുമായിട്ടാണ് അത് ഈ പറഞ്ഞിട്ടുള്ള മഹൽവാരി സമ്പ്രദായം കൊണ്ടുവരുന്നത്. താഴേക്ക് വന്നില്ല, സൗത്ത് ഇന്ത്യയിലേക്ക് അത് ഇറങ്ങിയില്ല. ഇത് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രിട്ടീഷുകാരനാണ് ഹോൾട്ട് മെക്കൻസി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇന്ത്യയിൽ ഈ പറഞ്ഞ മഹൽവാരി സമ്പ്രദായം കൊണ്ടുവരുന്നത്. ദ വില്ലേജ് വാസ് ട്രീറ്റഡ് ആസ് വൺ യൂണിറ്റ് ആൻഡ് ടാക്സ് വാസ് കളക്ടഡ് ബൈ സിംഗിൾ പേയ്മെന്റ്. അതാണ് ഒരൊറ്റ പേയ്മെന്റ് ആയിട്ടായിരിക്കും ഒരു ടാക്സ്, ഒരു ഗ്രാമത്തിന്റെ ടാക്സ് മൊത്തം ഇവർ കളക്ട് ചെയ്യുക. അവിടെ ഒരു ഗ്രാമ തലവനെ നമുക്ക് കാണാൻ പറ്റും, വില്ലേജ് ഹെഡിനെ നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ബ്രിട്ടീഷുകാർക്ക് ഈ ടാക്സ് എല്ലാം കൊടുക്കുന്നുണ്ടാവുക. ദ വില്ലേജ് which defaulted in the tax payment was annexed to ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞു നോക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് കൊടുക്കണം, അതായത് കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഒരു മഹലിനാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ഗ്രാമവും ആരുടെ കൺട്രോളിലാവും? ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലാവും. ഒരാൾ കൊടുക്കാണ്ടിരുന്നാൽ മതി, അതൊരു ഗ്രാമത്തിൽ ഒരു വ്യക്തി ടാക്സ് പേ ചെയ്യാണ്ടിരുന്നാൽ മതി, ആ ഗ്രാമം മൊത്തം ആരുടെ കൺട്രോളിലാവും എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്? ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലാവും എന്ന് പറഞ്ഞു നോക്കണം. അപ്പൊ ഇപ്പൊ കേട്ടതിൽ വെച്ച് ഏറ്റവും എന്താ പറയുക ഒരു നെഗറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു മഹൽവാരി എന്ന് പറയുന്നത്. ഒരാൾ കൊടുത്തില്ലെങ്കിൽ അയാളുടെ ലാൻഡ് മാത്രം പോകുന്നതായിരുന്നു പെർമനന്റ് എന്ന് പറയുന്നത്. റൈറ്റ് വാരിയിലും സെയിം കേസാണ്. പക്ഷെ മഹൽവാരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരാൾ കൊടുത്തില്ലെങ്കിൽ ആ ഗ്രാമം മുഴുവനായിട്ടും ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലാവുന്നതിനാണ് നമ്മൾ മഹൽവാരി സമ്പ്രദായം എന്ന് വിളിക്കുക. അപ്പൊ ഈ ഒരു 3 പ്രധാനപ്പെട്ടിട്ടുള്ള ടാക്സ് സിസ്റ്റംസ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ദ പ്ലാസി വാർ ആൻഡ് ആഫ്റ്റർ ദി ബക്സർ വാർ. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഇത് എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഓണം എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പഠിക്കുക മക്കളെ. നമുക്ക് ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ്, ഒരുപാട് കോൺസെപ്റ്റൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഉഷാറായിട്ട് ഈ പ്രാവശ്യത്തെ എക്സാംസ് എല്ലാം നമുക്ക് നന്നായിട്ട് പഠിച്ച് മാർക്ക് മേടിച്ചെടുക്കാം. ഹാപ്പി ലേണിംഗ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.